പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്ത കാരുണ്യത്തിനുറവിടമായ കർത്താവേ, നിന്റെ കാരുണ്യവും നിന്റെ സ്നേഹവും നിന്റെ ചൈതന്യവും ഞങ്ങൾക്ക് ലഭിക്കുവാൻ തക്കവിധം ഈ ദിവസം നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞങ്ങേ സ്തുതിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഇതാ നിന്റെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് ഈ പ്രഭാതത്തിൽ സമർപ്പിക്കുന്നു. നിന്റെ കരുണയും സ്നേഹവുമാണ് ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തുന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇതാ കർത്താവേ, സഹനത്തെക്കുറിച്ച് അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യപുത്രൻ ശത്രുക്കളുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുമെന്നും അവിടുന്ന് ആ പീഡകൾ സഹിക്കുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും ഞങ്ങളെ ഓരോരുത്തരും ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഇതാ നിന്റെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങേ ആരാധിച്ച് സൂക്ഷിച്ച് മാത്രം അങ്ങേക്കുന്നത് പറയുന്നു. പ്രിയമുള്ളവരെ, യൗവനകാലത്ത് കർത്താവിനെ ഓർക്കുവാനും അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും കഴിയണമെന്ന് സഭാപ്രസംഗത്തിന്റെ പുസ്തകത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓരോത്തിനും ഓരോ കാലമുണ്ട്. എന്നാൽ സൃഷ്ടാവിനെ ഓർക്കാൻ അങ്ങനെ പ്രത്യേകിച്ചൊരു കാലം വേണ്ട. പലപ്പോഴും നമ്മൾ പറയും നാളെ 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 ആകട്ടെ. എന്നാൽ കർത്താവ് പറയുകയാണ്, നാളെയല്ല, ഇന്ന് തന്നെ, ഈ നിമിഷം തന്നെ സൃഷ്ടാവിനെ ഓർക്കുവാനും അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും നിനക്ക് കഴിഞ്ഞാൽ നീ രക്ഷയുടെ പാതയിലാണ്. നിന്റെ ജീവിതം ഐശ്വര്യത്തിലും സ്നേഹത്തിലും സമാധാനത്തിലും നിനക്ക് നയിക്കുവാൻ കഴിയും. കഴിഞ്ഞ കാര്യങ്ങളെ നീ പരിഗണിക്കുക, ഓർക്കുക വേണ്ട എന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിൽ 18-19 വാക്യങ്ങളിൽ പറയുന്നു. അതുകൊണ്ട് കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്തുള്ള ദുഃഖങ്ങളും വേദനകളും ഓരോ ദിവസവും അതിൻ്റെതായിട്ടുള്ള ഉത്കണ്ഠകളും ആകുലതകളും ഉണ്ടാവുന്ന കർത്താവിനെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇന്നേ ദിനം നമ്മുടെ ഉത്കണ്ഠകളെയും വേദനകളെയും ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ച ഈ ദിവസത്തെ നയിക്കാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ദിവസം തന്ന് അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ അങ്ങേക്ക് സമർപ്പിക്കും. ഇന്ന് പ്രാർത്ഥിക്കാൻ തരുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. രോഗികളെയും അസ്വസ്ഥപ്പെടുന്നവരെയും ദാമ്പത്യ ജീവിതത്തിൽ അസ്വസ്ഥത അനുഭവിക്കുന്നവരെയും മക്കളില്ലാത്ത ദമ്പതികരെ, വിദേശത്ത് അസ്വസ്ഥരായി കഴിയുന്നവരെയും വിവാഹ തടസ്സം നേരിടുന്ന മക്കളെയും ജോലിയില്ലാതെ വലയുന്നവരെയും മാനസിക രോഗത്തെ അസ്വസ്ഥ കഴിയുന്നവരെയും ജയിലിൽ കഴിയുന്നവരെയും അനാവശ്യമായി കേസിലകപ്പെട്ടു പോയിട്ടുള്ളവരെയും നിന്റെ തിരുമുമ്പിൽ സമർപ്പിക്കും. നിന്റെ കാരുണ്യം, നിന്റെ സ്നേഹം, നിന്റെ ചൈന്യം അവരെ ശക്തിപ്പെടുത്തുകയും ഓരോ സഹനത്തിനും അവർക്ക് ഉത്തരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈശോയെ, ഈ ദിവസത്തെ സമാപനത്തിൽ ഈ ദിവസത്തെ സമർപ്പിക്കാനുള്ള കൃപാവരം നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.